ആന്ധ്രാപ്രദേശിൽ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി നിർമ്മിക്കുന്ന കേന്ദ്ര കമ്മിറ്റി ഓഫീസ് കെട്ടിടം സംസ്ഥാന സർക്കാർ പൊളിച്ചുമാറ്റി. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് നടപടി. ശനിയാഴ്ച രാവിലെയാണ് ബുൾഡോസർ അടക്കം ഉപയോഗിച്ച് കെട്ടിടം പൊളിച്ചു നീക്കിയത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജിബിൻ ചേരുന്നുണ്ട്. ജിബിൻ, അവിടെ ആന്ധ്രയിൽ നടക്കുന്നത് പ്രതികാര രാഷ്ട്രീയമാണിപ്പോൾ. കഴിഞ്ഞ തവണ വൈഎസ്ആർ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ ചില കേസുകളിൽ പെടുത്തി ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പോൾ അതിൻ്റെ പ്രതികാരം തീർക്കുകയാണ് നായിഡു എന്ന് പറയാം. കേന്ദ്ര ഭരണത്തിലുള്ള സ്വാധീനം അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ വളരെ പ്രസക്തമാകുന്ന മറ്റൊരു കാര്യം, ഹൈക്കോടതിയുടെ സ്റ്റേ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കെട്ടിടം പൊളിച്ചു നീക്കിയത് എന്നുള്ളതുമാണ്. എന്താണ് വിവരങ്ങൾ ജിബിൻ? തന്നെ സിജു, കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ വലിയ തോതിലുള്ള സംഘർഷങ്ങളൊക്കെ തന്നെ ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടിയും അതോടൊപ്പം തന്നെ വൈഎസ്ആർ കോൺഗ്രസും തമ്മിൽ, ജഗൻമോഹൻ്റെ പാർട്ടിയായ വൈഎസ്ആർ കോൺഗ്രസും തമ്മിൽ നിലനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് അവർ അധികാരത്തിലിരുന്ന സമയത്തൊക്കെ തന്നെ ഇത്തരത്തിൽ ചന്ദ്രബാബു നായിഡുവിനെ കേസുകളിൽ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരെ ജയിലടയ്ക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടി അവർ അധികാരത്തിൽ വരികയും അതിന് പിന്നാലെയാണ് ഈ ഒരു സ്റ്റേ നിലനിൽക്കുന്നതിനിടെ തന്നെ ഇത്തരത്തിൽ ഇവരുടെ ഈ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് അടക്കം പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്കൊക്കെ തന്നെ പോയത്. ഇതിന് കാരണമായി അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു കെട്ടിടം പണിതിരിക്കുന്നത്, അതുകൊണ്ടാണ് തങ്ങൾ പൊളിച്ചു നീക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. എങ്കിൽ തന്നെയും നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ ഒരു വിഷയത്തിൽ കൃത്യമായും തന്നെ ഒരു പ്രതികാര രാഷ്ട്രീയം അവർ പ്രയോഗിക്കുന്നു. അതായത് കഴിഞ്ഞ നാളുകളിൽ ഏത് നിലയിലാണോ വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി അവർ ഇടപെട്ടത്, അതിനും ഉപരിയായി തന്നെ വലിയ തോതിലുള്ള ഇടപെടലുകൾ തങ്ങൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന എന്നോളം തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇപ്പോൾ തെലുങ്കുദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡുവും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയം വരും മണിക്കൂറുകളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലേക്കും അതോടൊപ്പം തന്നെ ഇരു പാർട്ടികളും തമ്മിലുള്ള സംഘർഷങ്ങളിലേക്കൊക്കെ തന്നെ വഴിമാറാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ ഈ ഒരു വിഷയത്തിൽ കാണേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ജിബിൻ പറഞ്ഞത് തന്നെയാണ് പ്രധാന പ്രശ്നം. കാരണം നിലവിൽ കഴിഞ്ഞ തവണ ചന്ദ്രബാബു നായിഡുവിന് അഴിമതി കേസിന്റെ പേരിലാണ് ഈ വൈഎസ്ആർ കോൺഗ്രസ് സർക്കാർ അകത്തിടുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, ആ പാർട്ടിയുടെ തന്നെ കെട്ടിടമാണ് ഇടിച്ചു നിരത്തിയത്. സ്വാഭാവികമായും രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് ഇത് വഴിതെളിക്കാനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും തന്നെ സിജു, ഈ ഒരു വിഷയം നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, കേന്ദ്രത്തിലൊക്കെ തന്നെ പലപ്പോഴും ഈ ഒരു ബുൾഡോസർ രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ BJP-യുടെ ഒക്കെ തന്നെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ ഈ ത്രിപുരയിലടക്കം ഇത്തരത്തിലുള്ള ബുൾഡോസർ രാഷ്ട്രീയമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആന്ധ്രയിലടക്കം ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ തന്നെ ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി തന്നെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയം ഇരു പാർട്ടികൾ തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിലേക്കും ആ ഒരു സംസ്ഥാനത്ത് തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെ വഴിമാറാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് ആരും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. നിലവിൽ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനാൽ തങ്ങൾ ഇത് പൊളിച്ചു മാറ്റുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ജിബിൻ, ഇതിനകത്ത് ഉയരുന്ന ഒരു പ്രശ്നം, നേരത്തെ ഇതൊരു തുടക്കം മാത്രമാണെന്ന് പറയാൻ കഴിയും. കാരണം ചന്ദ്രബാബു നായിഡു അധികാരം ഏറ്റെടുത്ത് ഒരാഴ്ച കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ആദ്യ നടപടി എന്ന തരത്തിൽ തന്നെ ഈ നീക്കങ്ങളിലേക്ക് പോവുകയും ചെയ്തത്. ഇനി പലവിധ കേസുകൾ, ഈ ചന്ദ്രബാബു വൈഎസ്ആർ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ അടക്കം പലവിധ കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നടപടികളുടെ അന്വേഷണത്തെക്കുറിച്ചൊക്കെ വരാനും സാധ്യതയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രതികാര രാഷ്ട്രീയം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തന്നെ സിജു, കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ വലിയ തോതിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം TDP-ക്കെതിരായുള്ള പല കേസുകളും ഉയർത്തിക്കൊണ്ടുവരികയും അവർക്കെതിരായി വലിയ തോതിലുള്ള ആരോപണങ്ങൾ അഴിച്ചുവിടുകയും TDP-യുടെ മുതിർന്ന നേതാവിനെ തന്നെ ജയിലിലടയ്ക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ തന്നെ പോവുകയും ചെയ്തതാണ്. ശരി, ജിബിനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും. ആന്ധ്രയിൽ പ്രതികാര രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. വൈഎസ്ആർ കോൺഗ്രസിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് നായിഡു സർക്കാർ ഇടിച്ചു നിരത്തി. വിവരങ്ങളാണ് ജിബിൻ നൽകിയത്.